കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം തുറക്കപ്പെട്ടപ്പോൾ 121 സങ്കീർത്തനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഏതൊരവസ്ഥയിലും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ കർത്താവ് പറയുന്നു, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ശൂർ മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും കുടിക്കുവാൻ വെള്ളം കിട്ടാതിരുന്ന ഇസ്രായേൽ ജനം മാറ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മാറയിലെ ജലം കയ്പുള്ളതായിരുന്നു. എന്നാൽ മാറായിലെ ജലത്തെ മധുരമുള്ളതാക്കി തീർത്ത് ജനത്തിന് കൊടുക്കുവാൻ ദൈവം നേരത്തെ ഒരു തടിക്കഷ്ണം കരുതി വച്ചിട്ടുണ്ടായിരുന്നു. ജനം മോശയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിനക്ക് കാണിച്ചു തന്ന തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക, അപ്പോൾ ആ ജലം മധുരമുള്ളതായി തീരും. ദൈവം പറഞ്ഞത് മോശ അനുസരിച്ചപ്പോൾ വെള്ളം മധുരമായി മാറി. ജനങ്ങളുടെ ദാഹത്തിന് ശമനമുണ്ടായി. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതം കൈപ്പേറിയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ മാറായിലെ ജലത്തെ മധുരമുള്ളതാക്കി തീർക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തടിക്കഷ്ണം പോലെ നമ്മുടെ മുമ്പിൽ ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ഒരു മരക്കുരിശുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശാണ്, രക്ഷയുടെ കുരിശാണ്. അതിൽ ആശ്രയിക്കുന്നവന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് രക്ഷയുടെ മരക്കുരിശിൽ ചിന്തിയ തിരുരക്തത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കും, രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്കും, തിന്മയിൽ നിന്ന് നന്മയിലേക്കും അവിടുന്ന് നമ്മെ നടത്തും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന കർത്താവായ യേശുവിന് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അത്ഭുതങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നടത്തും വിധം അവർണ്യമതേ അഗോചരമേ, ആവശ്യമറിഞ്ഞെനിക്കേകും വിധം അത്ഭുതമേ, മഹാത്ഭുതമേ. അനുദിനം അവൻ എന്നെ നടത്തും വിധം അവർണ്യമതേ അഗോചരമേ, ആവശ്യമറിഞ്ഞെനിക്കേകും വിധം. കർത്താവിന്റെ ദയ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വന്നിരിക്കുവാൻ, സമുദ്രത്തെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്തതുപോലെ കർത്താവിന്റെ സ്നേഹം നമുക്ക് അളക്കുവാൻ സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, അവിടുന്ന് നമ്മെ ഓവരെയും സ്നേഹിക്കുന്നു. അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം, അവിടുത്തെ നമുക്ക് സ്നേഹിക്കാം. ആകാശം ഭൂമിമേലുയർന്നതുപോൽ അവൻ ദയ നമുക്കുമേലുയർന്നിരിപ്പൂ. ആകാശം ഭൂമിമേലുയർന്നതുപോൽ അവൻ ദയ നമുക്കുമേലുയർന്നിരിപ്പൂ. ആഴിയിൽ ആഴം അളന്നിടുവാൻ അസാധ്യമായ പോലവന്റെ സ്നേഹം. ആഴിയിൽ ആഴം അളന്നിടുവാൻ അസാധ്യമായ പോലവന്റെ സ്നേഹം. അത്ഭുതമേ, മഹാത്ഭുതമേ. അനുദിനം അവൻ എന്നെ നടത്തും വിധം അവർണ്യമതേ അഗോചരമേ, ആവശ്യമറിഞ്ഞെനിക്കേകും വിധം. ഇന്ന് ആരും സഹായിക്കുവാൻ ഇല്ലാതെ ആശയത്തെ തളരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഉപരി നമുക്ക് ചെയ്തു തരും. ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ അരികിലെത്തി നമ്മെ സഹായിക്കും. ആരും സഹായിപ്പാനില്ല നേരം ആശയറ്റാകുലപ്പെട്ടിടുമ്പോൾ, ആരും സഹായിപ്പാനില്ല നേരം
നേരം ആശയറ്റാകുലപ്പെട്ടിടുമ്പോൾ അരികിലെത്തി ഞാൻ നിലച്ചതിനേക്കാൾ തരുന്നവനാണെന്റെ യേശുനാഥൻ. അരികിലെത്തി ഞാൻ നിലച്ചതിനേക്കാൾ തരുന്നവനാണെന്റെ യേശുനാഥൻ. അത്ഭുതമേ മഹാത്ഭുതമേ, അനുദിനം അവൻ എന്നെ നടത്തും വിധം അവർണ്യമതേ അഗോചരമേ, ആവശ്യമറിഞ്ഞെനിക്കേകും വിധം. ജീവിത പ്രശ്നങ്ങളിൽ നാം തളരാതെ, നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ നാം തളരാതെ, നമ്മുടെ കരം നിറച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അങ്ങ് കടന്നു വരണമേ നാഥ. വാരി വിതറിത്തരുന്ന താതൻ വരും അരികിൽ കരം നിറച്ചു തരും. വാരി വിതറിത്തരുന്ന താതൻ വരും അരികിൽ കരം നിറച്ചു തരും. വാരിധിയിൽ വഞ്ചി തകർന്നിടാതെ മറുകരയണയാൻ കൃപ തരുമേ. വാരിധിയിൽ വഞ്ചി തകർന്നിടാതെ മറുകരയണയാൻ കൃപ തരുമേ. അത്ഭുതമേ മഹാത്ഭുതമേ, അനുദിനം അവൻ എന്നെ നടത്തും വിധം അവർണ്യമതേ അഗോചരമേ, ആവശ്യമറിഞ്ഞെനിക്കേകും വിധം. അത്ഭുതമേ മഹാത്ഭുതമേ, അനുദിനം അവൻ എന്നെ നടത്തും വിധം അവർണ്യമതേ അഗോചരമേ. നല്ലവനായ കർത്താവേ, ഞങ്ങളുടെ കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി കടന്നു വരട്ടെ എന്നും അതുവഴി ദൈവത്തിന്റെ ദയയ്ക്ക് നിങ്ങൾ പാത്രമാകട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.